കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ടവറിൻ്റെ കഥ കേട്ടാലോ? കഥയുടെ പേര് ആദ്യം ഭീകരം പിന്നെ അടയാളം. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. ഫ്രഞ്ച് വിപ്ലവത്തിന് 1889 100 വർഷം തികഞ്ഞു. ഫ്രാൻസിൽ അതിൻ്റെ ഭാഗമായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അത്തരമൊരു മേളയിലെ പ്രധാന ആകർഷണമായിരുന്നു ഈഫൽ ടവർ. അന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറായിരുന്നു അത്. എങ്കിലും പാരീസിലെ ജനങ്ങൾക്കിടയിൽ ടവറിന് അത്ര പ്രചാരം കിട്ടിയില്ല. ചിലർക്ക് അത് നിർമ്മിക്കുന്നതിനെ എതിർത്തു, അതിനെ ഭീകരം എന്ന് വിളിക്കുകയും ചെയ്തു. പക്ഷേ മിക്കവരും അത് കാര്യമാക്കിയില്ല. കാരണം അത് 1909 പൊളിച്ചു മാറ്റാനുള്ളതാണ്. എന്നാൽ പിന്നീട് കഥ മാറി. റേഡിയോ ടവർ എന്ന നിലയിൽ ഈഫൽ ടവറിൻ്റെ പ്രാധാന്യം മനസ്സിലായതോടെ അത് പൊളിക്കണ്ട എന്ന തീരുമാനത്തിൽ അധികൃതർ എത്തി. ഇന്ന് പാരീസ് നഗരത്തിൻ്റെ അടയാളമാണ് ഈഫൽ ടവർ. കൂട്ടുകാർക്ക് ഈഫൽ ടവറിൻ്റെ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.